ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ആപ്പിളിന് പിന്നാലെ സാംസങ്ങിനും ട്രംപിന്റെ ഭീഷണി. സ്മാർട്ട് ഫോണുകൾ അമേരിക്കയിൽ നിർമ്മിച്ചില്ലെങ്കിൽ 25% താരിഫ് ചുമത്തുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. ആപ്പിളിന്റെ എതിരാളികളായ സാംസങ്ങിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് US പ്രസിഡന്റ്. ദക്ഷിണ കൊറിയൻ കമ്പനിയായ സാംസങ് ഫോണുകൾ അമേരിക്കയിൽ നിർമ്മിച്ചില്ലെങ്കിൽ കമ്പനിക്ക് 25% ഇറക്കുമതി നികുതി നൽകേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. USലെ ഏതൊരു സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾക്കും ഈ താരിഫ് ബാധകമാകുമെന്നും വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് അറിയിച്ചു. ആപ്പിളിനെ ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് സാംസങ്ങിനെതിരെ ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. ആഗോളതലത്തിൽ സാംസങ് ഓരോ വർഷവും വിൽക്കുന്ന 220 ദശലക്ഷം ഫോണുകളിൽ ഏകദേശം 60% വിയറ്റ്നാമിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവയിൽ പലതും USലേക്ക് കയറ്റി അയക്കുന്നവയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വമ്പൻ ഓഫറുകൾ പ്രഖ്യാപിച്ച് BSNL. 299 രൂപയ്ക്ക് ദിവസവും 3 GB ഡാറ്റയും സൗജന്യ കോളുകളും. ബജറ്റ് സൗഹൃദ റീചാർജ് പ്ലാനുകൾ അവതരിപ്പിച്ച് BSNL. 299 രൂപയാണ് BSNLന്റെ 30 ദിവസത്തെ വാലിഡിറ്റിയോടെ വരുന്ന റീചാർജ് പ്ലാനിന്റെ വില. ഡാറ്റയും ടോക്ക് ടൈമും SMS-ഉം ഈ പാക്കിനൊപ്പം ലഭിക്കും. ദിവസവും 3 GB ഡാറ്റ ഈ പ്ലാൻ വഴി ഉപയോഗിക്കാം. ഇതിനു പുറമെ അൺലിമിറ്റഡ് കോളുകളും 100 SMS-ഉം ആസ്വദിക്കാം. ഓഫർ ലഭിക്കാനായി BSNL സെൽഫ് കെയർ ആപ്പ് വഴി റീചാർജ് ചെയ്യാം. സ്വിച്ച് ടു BSNL എന്ന ഹാഷ്ടാഗോടെയാണ് BSNL ഈ പ്ലാൻ വിവരങ്ങൾ ഔദ്യോഗിക X അക്കൗണ്ടിൽ പങ്കുവച്ചത്. എന്നാൽ BSNLന്റെ കണക്ടിവിറ്റി പ്രശ്നങ്ങൾ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്ന് ഉപഭോക്താക്കൾ X പോസ്റ്റിനു താഴെ പരാതിപ്പെടുന്നതും കാണാം. തദ്ദേശീയമായി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് രാജ്യമാകെ 1,00,000 4G ടവറുകളാണ് സ്ഥാപിക്കാൻ ലക്ഷ്യമെന്ന് BSNL നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഈ ലക്ഷ്യത്തിലേക്ക് കമ്പനി അടുത്തുകൊണ്ടിരിക്കുകയാണ്. BSNL 84,000 4G ടവറുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ 4G ടവറുകൾ ഉടൻ തന്നെ 5G സേവനങ്ങളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും. അതേസമയം 4G വിന്യാസം പുരോഗമിക്കുമ്പോഴും കോൾ ഡ്രോപ്പും കണക്ടിവിറ്റി പ്രശ്നങ്ങളും തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ആഡംബര വാഹന ബ്രാൻഡായ ജനസിസിനെ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തിക്കാൻ പ്രമുഖ ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹുണ്ടായി. ഇതിനായി ഇറക്കുമതി ചുങ്കത്തിൽ ഇളവ് ലഭിക്കാനായുള്ള കാത്തിരിപ്പിലാണ് കമ്പനി. ഹ്യുണ്ടായി മോട്ടോറിന്റെ ഉപസ്ഥാപനമായ ജനസിസ് 2024 ആഗോളതലത്തിൽ 2,29,000 വാഹനങ്ങൾ വിറ്റഴിച്ചിരുന്നു. കൊറിയയ്ക്ക് പുറമെ US, കാനഡ, GCC, യൂറോപ്പ്, ചൈന, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ ജനസിസിന് ശക്തമായ വിപണിയുണ്ട്. BMW, മെഴ്സിഡീസ് ബെൻസ്, ലെക്സസ് തുടങ്ങിയവയാണ് ജനസിസിന്റെ മുഖ്യ എതിരാളികൾ. 2018 US-ൽ 10,312 യൂണിറ്റുകൾ മാത്രം വിറ്റഴിച്ച ജനസിസ് 2024 വിൽപ്പന 75,000-ലേക്ക് ഉയർത്തിയിരുന്നു. നിലവിൽ പൂർണ്ണമായും വിദേശത്ത് നിർമ്മിച്ച ശേഷം ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് ഇന്ത്യ 110% ഇറക്കുമതി ചുങ്കമാണ് സെസ് ഉൾപ്പെടെ ഈടാക്കുന്നത്. അതേസമയം വാഹന ഘടകങ്ങൾ ഇന്ത്യയിലെത്തിച്ച് നിർമ്മിക്കുകയാണെങ്കിൽ 16.5% ചുങ്കമുള്ളൂ. ചുങ്കം കുറയ്ക്കാൻ തീരുമാനമുണ്ടായാൽ ജനസിസിനെ 2026-ലോ 27-ലോ ഇന്ത്യയിലെത്തിക്കാനാണ് ഹ്യുണ്ടായി ആലോചിക്കുന്നത്. ജനസിസിന്റെ GV80 ലക്ഷറി SUV, G80 സെഡാൻ എന്നിവയാകും ആദ്യഘട്ടത്തിൽ ഇന്ത്യയിൽ എത്തിക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് സോളാർ മൊഡ്യൂൾ ഫാക്ടറി ആരംഭിക്കുന്നു. ഈ വർഷം തന്നെ 3 ഫാക്ടറികൾ തുടങ്ങും. പ്രതിവർഷം 20 ജിഗാവാട്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ക്ലീൻ എനർജി ലക്ഷ്യത്തിലേക്ക് ഇതുവഴി എത്തുകയാണ് കമ്പനിയുടെ ഉദ്ദേശം. ക്ലീൻ എനർജി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി 3 വലിയ ഫാക്ടറികളാണ് നിർമ്മിക്കുക. ശുദ്ധമായ ഊർജ്ജ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി ഇന്ത്യ കഠിനാധ്വാനം ചെയ്യുകയാണ്. കഴിഞ്ഞ 1 വർഷമായി രാജ്യം ഈ മേഖലയിൽ നിക്ഷേപം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബാറ്ററി, മൈക്രോ പവർ ഇലക്ട്രോണിക്സ് ഫാക്ടറി അടുത്ത വർഷം ആരംഭിക്കുകയും ചെയ്ത ലോകത്തിലെ 2ാമത്തെ സോളാർ PV നിർമ്മാതാക്കളായി റിലയൻസ് മാറും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാവസാക്കി നിഞ്ച ZX 4R ബൈക്കിന് 40,000 വരെ വിലക്കിഴിവ്. ഈ ഓഫർ അടുത്തയാഴ്ച അവസാനിക്കും. ജാപ്പനീസ് ഇരുചക്ര വാഹന ബ്രാൻഡായ കവാസാക്കി നിഞ്ച ZX 4Rന് 40,000 രൂപ വരെ വിലയിൽ കിഴിവ് പ്രഖ്യാപിച്ചു. ഇത് ബൈക്കിന്റെ എക്സ് ഷോറൂം വിലയിൽ നേരിട്ട് ബാധകമാകും. ഈ ഓഫർ 2025 മെയ് അവസാനം വരെയോ സ്റ്റോക്ക് തീരുന്നതുവരെയോ ആണ്. ഈ ബൈക്കിന് 399cc ഇൻലൈൻ 4 സിലിണ്ടർ എഞ്ചിൻ ലഭിക്കുന്നു. ഈ ബൈക്കിന് മുന്നിൽ USD ഫോർക്ക് സസ്പെൻഷനും പിന്നിൽ മോണോഷോക്ക് സസ്പെൻഷനും ഉണ്ട്. ഇതിൽ പൂർണ്ണ LED ലൈറ്റുകൾ, സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റിയിലുള്ള TFT ഡിസ്പ്ലേ,
ട്രാക്ഷൻ കൺട്രോൾ, 17 ഇഞ്ച് അലോയ്ഡ് വീലുകൾ, ഡ്യുവൽ ഡിസ്ക് ബ്രേക്കുകൾ എന്നിവയുമുണ്ട്. ഇന്ത്യയിൽ നേരിട്ടുള്ള മത്സരമില്ലാത്ത ഒരേയൊരു 400cc ഇൻലൈൻ 4 എഞ്ചിൻ ബൈക്കാണ് കവസാക്കി നിഞ്ച ZX4R. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.